കൊച്ചിയിൽ രാസലഹരിയുമായി യുവാവും യുവതിയും എക്സൈസ് പിടിയിൽ 30 LSD സ്റ്റാമ്പും 4 ഗ്രാം MDMAയും പിടികൂടി. ലക്ഷദ്വീപ് സ്വദേശി ഫരീദ, മൂവാറ്റുപുഴ സ്വദേശി ശിവജിത്ത് എന്നിവരാണ് പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ ലോഡ്ജിൽ നിന്ന് പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കൂടുതലായി ഇവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങളൊക്കെ പോലീസ് പുറത്തുവിടുന്നുണ്ടോ, എക്സൈസ് പുറത്തുവിടുന്നുണ്ടോ? ഇവരൊരു വലിയ സംഘമായി പ്രവർത്തിക്കുന്നവരാണോ? എത്ര പേരാണുള്ളത്? അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ. അനുജ, ഇന്നലെ രാത്രി എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഇലക്ട്രോണിക് സിറ്റിയിലെ ഒരു ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 4 ഗ്രാം MDMAയും 30 LSD സ്റ്റാമ്പുകളുമാണ് പിടിച്ചെടുത്തത്. ഈ 30 LSD സ്റ്റാമ്പുകൾ അത് ഒരുപക്ഷെ വിപണനത്തിന് എത്തിച്ചതാണോ എന്നൊരു സംശയം നിലവിൽ ഈ എക്സൈസിനുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവർ ഇൻഫോ പാർക്കിലെ IT പ്രൊഫഷണലുകളായി ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ മുറിയെടുത്തത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള സംശയം എക്സൈസിനുണ്ട്. അത് സാധൂകരിക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇവർക്ക് ഇത് എവിടെ നിന്ന് ലഭ്യമായി എന്ന് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഈ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ പുരോഗമിക്കുകയും ക്ലീൻ സ്റ്റേറ്റും ഒക്കെ പുരോഗമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൊച്ചിയിൽ അത്രമാത്രം ലഹരി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നില്ല. പക്ഷേ ഒരു മാസത്തിന് ശേഷം കൊച്ചിയിൽ വീണ്ടും MDMA അതോടൊപ്പം രാസലഹരി വസ്തുക്കളുടെ ഒരു വേട്ട വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എക്സൈസും പോലീസും ഒക്കെ. അനുജ, കൊച്ചിയിലാണ് രാസലഹരിയുമായി യുവാവും യുവതിയും എക്സൈസ് പിടിയിലായത്. MDMAയും സ്റ്റാമ്പും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം.